ലൈംഗികാതിക്രമം നടത്തിയതിന് സംവിധായകൻ രഞ്ജിത്തിനെതിരെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്ന് SIT. കേസിൽ അന്വേഷണം പൂർത്തിയായിട്ടുണ്ട്. ഉടൻ തന്നെ കുറ്റപത്രം സമർപ്പിക്കും. കേസിൽ നടൻ ബോബി കുര്യനും സഹസംവിധായക ശാലിനിക്കും ക്ലീൻ ചിറ്റാണ്. രഞ്ജിത്തിനെ ഒളിവിൽ പോകാൻ സഹായിച്ചു എന്നതിന് ഇവർക്കെതിരെ തെളിവില്ല എന്ന് SIT കണ്ടെത്തിയിരിക്കുന്നു. അതിനിടെ ജാമ്യ വ്യവസ്ഥയിൽ ഇളവ് ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കാനിരിക്കെയാണ് രഞ്ജിത്ത്. ശരൺ SS വിവരങ്ങൾ നൽകും. രഞ്ജിത്തുമായി ബന്ധപ്പെട്ട് തെളിവുകൾ മുഴുവൻ കിട്ടി എന്ന് തന്നെയാണ് ഇപ്പോൾ അന്വേഷണ സംഘം പറയുന്നത്. ശരൺ, ഇപ്പോൾ രഞ്ജിത്തിനെതിരെ തെളിവുകളുണ്ട് എന്ന് തന്നെയല്ലേ ഇപ്പോൾ SIT പറയുന്നത്? അതേസമയം രക്ഷപ്പെടാൻ സഹായിച്ചു എന്ന് കരുതിയവർക്ക് ക്ലീൻ ചിറ്റ് നൽകുകയും ചെയ്തിരിക്കുന്നു. അവരുടെ സഹായം രഞ്ജിത്തിന് ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണോ ഇപ്പോൾ പോലീസിന് മനസ്സിലാക്കൽ? കുറ്റപത്രം എപ്പോൾ നൽകുമെന്നാണ്? സ്മൃതി, മാർച്ച് 28-നാണ് സംവിധായകൻ രഞ്ജിത്തിനെതിരെ ലൈംഗിക അതിക്രമ പരാതി വരുന്നത്. അന്ന് തന്നെ കേസ് രജിസ്റ്റർ ചെയ്യുന്നു, വേഗത്തിൽ SIT രൂപീകരിക്കുന്നു. അതിന് പിന്നാലെ മാർച്ച് 30-ന് തന്നെ രഞ്ജിത്തിന്റെ അറസ്റ്റിലേക്ക് കടക്കുകയും ചെയ്തിരുന്നതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വേഗത്തിൽ കുറ്റപത്രം സമർപ്പിക്കാനുള്ള നീക്കം കൂടി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. നേരത്തെ ഈ രഞ്ജിത്ത് പരാതി, അതായത് ഈ ആരോപണം നിഷേധിച്ചുകൊണ്ട് രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. രഞ്ജിത്ത് പറഞ്ഞിരുന്നത് ഇതൊരു വ്യാജ പരാതിയാണ്, താൻ ഈ സംവിധായകൻ എന്ന നിലയിൽ നടിയുടെ അഭിനയത്തെ വിമർശിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതിലെ വൈരാഗ്യത്തിലാണ് ഈ പരാതി വന്നതെന്നുള്ളതാണ്. പക്ഷേ SIT ഇവിടെ പറയുന്നത് കൃത്യമായ തെളിവുകൾ, രഞ്ജിത്ത് ലൈംഗിക അതിക്രമം നടത്തിയതിന് കൃത്യമായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. സാക്ഷിമൊഴികളും ഒപ്പം തന്നെ സാഹചര്യ തെളിവുകളും ലഭിച്ചിട്ടുണ്ട്. ഇതുകൂടി വച്ചുകൊണ്ടുള്ള കുറ്റപത്രമായിരിക്കും അടുത്ത മാസം ആദ്യം കോടതികൾ സമർപ്പിക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ രഞ്ജിത്തിനെ തൊടുപുഴയിൽ നിന്നാണ് പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. അങ്ങനെ കസ്റ്റഡിയിലെടുക്കുന്ന സമയത്ത് രഞ്ജിത്തിനൊപ്പം കാറിൽ മറ്റ് 2 പേർ കൂടി ഉണ്ടായിരുന്നു. ഒരാൾ നടനായ ബോബി കുര്യനും മറ്റൊരാൾ അസിസ്റ്റന്റ് ഡയറക്ടറായ ശാലിനിയുമാണ്. ഈ 2 പേരെയും പോലീസ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നതാണ്. ഇപ്പോൾ 2 പേർക്കും ക്ലീൻ ചിറ്റ് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതായത് 2 പേരും ഈ രഞ്ജിത്തിനെ ഒളിവിൽ പോകാൻ സഹായിച്ചതിന് തെളിവുകൾ ലഭിച്ചിട്ടില്ല എന്നൊരു കണ്ടെത്തലിലേക്ക്, അല്ലെങ്കിൽ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് SIT പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 2 പേർക്കും ക്ലീൻ ചിറ്റ് നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ രഞ്ജിത്തിനെതിരെ നേരത്തെ ജാമ്യം അനുവദിച്ചിരുന്നതാണ് കോടതി. അപ്പോൾ കടുത്ത ജാമ്യ വ്യവസ്ഥകൾ ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നതാണ്. അതായത് എല്ലാ തിങ്കളാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം. ഒപ്പം തന്നെ എറണാകുളം ജില്ല വിട്ടു പോകരുത് എന്നടക്കമുള്ള ജാമ്യ വ്യവസ്ഥകളാണ് ഏർപ്പെടുത്തിയിരുന്നത്.